എൻ്റെ ഫേസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ ഫേസ് ക്യാം കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ടാക്കോ ടൂസ്ഡേ കളിച്ചിട്ട് കുറേ നാളായി. എല്ലാവരും നമുക്ക് ഒരേപോലെ ട്രസ്റ്റബിൾ അല്ലല്ലോ. അവരുടെ എനിക്ക് നല്ല പണി കിട്ടിയത് കൊണ്ടാണ് ഞാൻ പിന്നെ കളിക്കാതായത്. എനിക്ക് അതിനേരം നല്ലൊരു ദേഷ്യ സങ്കടം വന്നെങ്കിലും പിന്നെ ഞാൻ വേണ്ട പോട്ടെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഞാൻ വിട്ടു. അത് അടിച്ചുകൊണ്ട് പോയി. അപ്പം ഇനി ഞാൻ സ്റ്റീലിന് വേണ്ടി കളിക്കുന്നത് നിർത്താൻ പോവാ. എൻ്റെ സ്കാമേഴ്സിലേക്ക് ഞാൻ പോയി പെട്ടു. ഞാനത് 4 വട്ടം ഓൾറെഡി കണ്ടു തീർത്ത്. ഞാൻ 2 ദിവസം മുമ്പ് മേടിച്ചതാണ്. മെയിൻലി പറഞ്ഞാൽ 3 പേരാണ്. ഞാൻ ഒരു വീഡിയോ പോലും ഇതുവരെ കണ്ടു തീർക്കാത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സ്കൂളൊക്കെ വിട്ട് വരുന്നത് തന്നെ ഇവർ 2 പേരുടെ വീഡിയോസ് കാണുന്നത്. എനിക്കുള്ള എല്ലാ അക്കൗണ്ടിലും കയറി ഞാൻ ലൈക്ക് അടിക്കും. ഞാൻ +1 പഠിക്കാൻ തുടങ്ങി. എനിക്ക് പണ്ട് തൊട്ടേ ഗെയിം കളിക്കാൻ ഇഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് തുടങ്ങിയതാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും ആലോചിച്ചിട്ടില്ല, ആർക്കും അറിയത്തില്ല. PC ഒക്കെ സെറ്റാക്കി കഴിഞ്ഞ് ഗെയിം ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്ന ആണ് ഞാൻ. ഇവരൊക്കെയായിരിക്കും എൻ്റെ ഇൻസ്പിറേഷൻ. ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് 4 യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ടാണ്. പിന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ബോയ് ഫ്രണ്ട് ഉണ്ടോയെന്നാണ്. യൂട്യൂബ് റവന്യൂ ലോഗിന് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ പിന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അറിയാവുന്നവരുടെ കൂടെയൊന്നുമില്ല, സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ. എത്ര ചെറിയാലും എനിക്ക് സന്തോഷം. ഇത്രയും കാലം ഇങ്ങനെ നീട്ടി കൊണ്ടുപോയ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. എന്താണെന്ന് നിങ്ങൾക്ക് ക്യാപ്ഷൻ കണ്ടപ്പോൾ അല്ലെങ്കിൽ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ യെസ് ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ നീട്ടി കൊണ്ടുപോയ Q&A വീഡിയോ ആണ്. സോ നമ്മളിന്ന് നീട്ടി കൊണ്ടുപോയ Q&Aയിലേക്ക് കടക്കുകയാണ്. സോ കുറച്ചധികം നാളായി നിങ്ങളെല്ലാം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടിട്ട് എന്ന് എനിക്കറിയാം. സോറി ഗൈസ് ഇത്രയും നീട്ടിക്കൊണ്ട് പോയതിന്. ആൻഡ് നമ്മൾ ഫൈനലി ഇന്ന് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഒരു കാര്യം. സോ ഈ വീഡിയോ ലൈക്ക് അടിക്കാതെ കാണുന്നതെല്ലാം പെട്ടെന്ന് പോയി ലൈക്ക് അടിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് അതിനൊരു ടൈം തരുന്നതാണ്. സോ പോയി ചെയ്തിട്ട് വാ. എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി ചെയ്യേ. നിങ്ങൾക്ക് ഞാൻ ടൈം തന്നതാ ചെയ്യാനായിട്ട്. പോയി ചെയ്യേ. ചെയ്തോ? ഇപ്പോഴും ആരൊക്കെയോ ചെയ്യാറുണ്ട്. പോയി ചെയ്യേ. നിങ്ങൾക്ക് വലിയ പൈസ കൊടുക്കാനുള്ള പരിപാടിയൊന്നും അല്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും ലൈക്ക് സബ്ബൊക്കെ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ എന്താ ഇതിന് നോക്കുന്നില്ല, നോക്കാതെ തന്നെ ഞാൻ പറയാം. എന്താണെന്നല്ലോ, എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഫേസ്. കുറേ പേര് എന്നോട് ഫേസ് റിവീൽ ചെയ്യ്. നിങ്ങൾ എൻ്റെ ഫേസ് ഇതുവരെ കണ്ടിട്ടില്ലേ? എനിക്കറിയത്തില്ല. നിങ്ങൾ എൻ്റെ ഫേസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ ഫേസ് ക്യാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫേസ് ക്യാം ഒഴിവാക്കിയത് എപ്പോഴാണെന്ന് വെച്ചാൽ സ്റ്റീൽ ലൈബ്രറിയിലോട്ട് കളിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റീൽ ലൈബ്രറിയിലോട്ട് ഒന്നാമത് രാത്രിയിലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലൈറ്റൊന്നും ഇല്ലാതെ ഫേസിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ക്ലാരിറ്റി കുറവായിരിക്കും. സോ അപ്പോൾ അത് ബോറല്ലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫേസ് ക്യാം ഒഴിവാക്കിയത്. അല്ലെങ്കിലും ഞാൻ തമ്പനെയിലൊക്കെ കുറേ എൻ്റെ ഫേസ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഫേസ് കണ്ടില്ല എന്ന് പറയുന്നതിനർത്ഥം നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ പോട്ടെ, എൻ്റെ മറ്റേ ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിലെൻ്റെ ഫേസ് ഇല്ലാത്തൊരു വീഡിയോ ഇല്ല. സോ അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ചാനൽ. ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഞാൻ മറ്റേ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ആൻഡ് എൻ്റെ കുറേ ആൾക്കൊരു വീഡിയോകളിലേക്ക് വ്ലോഗ്, ചലഞ്ച് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരും. സോ യാ, ഓക്കെ. പിന്നെ നമുക്ക് ആക്ച്വൽ ക്വസ്റ്റ്യൻസ് എടുത്ത് ആക്ച്വലായിട്ട് വീഡിയോസ് ചെയ്യാം. ശരി, റിപ്ലൈ തരാം. 53 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് താഴത്തേക്ക് തുടങ്ങുന്നുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് 53 മീൻസ് ഞാൻ റിപ്ലൈ കൂടെ കൊടുത്തതനുസരിച്ചായിരിക്കും. പോട്ടെ, എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാനിവിടെ ഇതിട്ടിട്ടുണ്ടാവും കേട്ടോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്യാൻ യു പ്ലേ ടാക്കോ ടൂസ്ഡേ വിത്ത് മീ പ്ലീസ്?
ടാക്കോ ട്യൂസ്ഡേ. ഞാനിപ്പോൾ ടാക്കോ ട്യൂസ്ഡേ കളിച്ചിട്ട് കുറേ നാളായി, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എന്നോട് എൻ്റെ കൂടെ കളിക്കുമോ എൻ്റെ കൂടെ കളിക്കുമോ എൻ്റെ കൂടെ കളിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ കളിക്കാൻ പറ്റില്ലേ? ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ആൻഡ് ഇപ്പോൾ എനിക്കറിയാം നിങ്ങളെന്നെ ചീറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. ബട്ട് എല്ലാവരും നമുക്ക് ഒരേപോലെ ട്രസ്റ്റബിൾ അല്ലല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എല്ലാവരുടെയും കൂടെ കളിക്കുമായിരുന്നു. നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ കുറേ പേരുടെ കൂടെ പോയി കളിച്ചിട്ടുണ്ട്. ബട്ട് അവരുടെ എനിക്ക് നല്ല പണി കിട്ടിയത് കൊണ്ടാണ് ഞാൻ പിന്നെ കളിക്കാതായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എൻ്റെ ഒരു സബ്സ്ക്രൈബറായിട്ട് വന്ന ഒരാൾ ഭയങ്കര എന്താ പറയുക ഫ്രണ്ട്ലി ആയിരുന്നു. ലൈക്ക് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു ആളുടെ മെസ്സേജ് ആയാലും കമൻ്റ് ആയാലും എല്ലാം. അപ്പോൾ അങ്ങനെ ഞാൻ ആളുടെ സർവറിൽ പോയി കളിച്ചു. കുറേ നാൾ കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറേ നല്ല ബ്രെയിനോട്ടൊക്കെ കിട്ടി. അറ്റ് ലാസ്റ്റ് എനിക്ക് എൻ്റെ വേറൊരു സബ്സ്ക്രൈബർ വന്ന് കമൻ്റ് ഇട്ടായിരുന്നു, ആളിങ്ങനെ സ്കാമറാണ് ചേച്ചി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വരാൻ വഴിയില്ല, ഇത്ര നാളെ ഞാൻ കൂടെ കളിച്ചതല്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ബട്ട് ആ ടൈമിൽ തന്നെ ഞാൻ ആളുടെ സർവറിൽ കയറിയപ്പോൾ എൻ്റെ കയ്യിൽ 2-3 ബ്രെയിനോട്ട് സ്റ്റീൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ ഞാൻ ഇൻഡെക്സിലാക്കാൻ കൊണ്ടുപോയതായിരിക്കുമോ അങ്ങനെ വല്ലതും ആയിരിക്കുമോ എന്ന് ഞാൻ പിന്നെ ഒന്നുകൂടെ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി സ്റ്റീൽ ചെയ്തത് തന്നെയാണ് എന്ന് എനിക്ക് സ്റ്റീൽ ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്തതാണ് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ കയ്യിൽ സ്റ്റീൽ ചെയ്തിട്ട് എന്നെ കിക്ക് ചെയ്തിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തു, പിന്നെ എനിക്ക് കയറാൻ പറ്റാതായി. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്കാമർ തന്നെയാണെന്നുള്ളത്. അയ്യോ ഭയങ്കര ആക്ടിങ് ആയിരുന്നു. എൻ്റെ എന്തോ കസിൻ എൻ്റെ കയ്യിൽ നിന്ന് ബ്രെയിനോട് എടുത്തോണ്ട് പോയി, എനിക്ക് ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊള്ളതാണെന്ന് എനിക്കറിയില്ല. ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ആ യൂട്യൂബ് ചാനലിൽ സെയിം കാര്യം പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ആളുടെ സർവറിൽ കയറി നോക്കി എൻ്റെ ബ്രെയിനോട്ടൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ഞാൻ പോയി നോക്കി അവിടെ തന്നെ ഇരിപ്പുണ്ട്. കാരണം എനിക്കങ്ങനെ പിന്നെ അവിടെ പോയി സ്റ്റീൽ ചെയ്തോണ്ട് വരണം എനിക്ക് ഒരു ഇല്ലായിരുന്നു, എടുത്തോണ്ട് വരണം എന്നുള്ളത്. സോ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്, ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ പോട്ടെ, എനിക്ക് അതിൻ്റെ നല്ലൊരു ദേഷ്യ സങ്കടം വന്നെങ്കിലും പിന്നെ ഞാൻ വേണ്ട പോട്ടെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഞാൻ വിട്ടു. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് അറിയായിരുന്നു മിക്കവാറും സ്കാമർ ആയിരിക്കും എന്നുള്ളത്. എന്നോട് കുറേ നിർബന്ധിച്ച് ഞാൻ എൻ്റെ കൂടെ കളിക്കാൻ എൻ്റെ സർവർ കയറി കുറേ നിർബന്ധിച്ചു. ഞാൻ കയറില്ല എന്ന് തന്നെ പറഞ്ഞു. ബട്ട് ഏതൊരു ടൈമിൽ ഞാൻ നോർമലി സ്റ്റീലൈബ്രറിയിലോട്ട് അന്നെന്തോ ഇങ്ങനെ 1 മണിക്കൂറോ 2 മണിക്കൂറോ എന്തോ മറ്റേ ഇവൻറ്റ് വരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിലപ്പോൾ കുറേ സീക്രട്ട് ലക്കി ബ്ലോക്കോ അല്ലെങ്കിൽ ബ്രെയിനോട്ടൊക്കെ കിട്ടും. അപ്പോൾ അതെടുക്കാനായിട്ട് ഞാനിങ്ങനെ കയറുമായിരുന്നു. അപ്പോൾ ഒരു ടൈമിൽ കയറിയപ്പോൾ ഞാൻ സ്ഥിരം കയറുന്ന ആളുടെ സർവർ മാറി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറേ കയറുന്ന മെസ്സേജ് അയച്ച ആളുടെ സർവറിൽ അറിയാതെ കയറിപ്പോയി. ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാൻ അറിയാതെ കൈതട്ടി കയറിയതാണ്. ബട്ട് കയറിയ ദിവസം എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ബ്രെയിനോട്ട്, അത് എൻ്റെ എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കളിച്ചോണ്ടിരുന്ന സർവറിലത്തെ ആൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നായിരുന്നു നല്ല ബ്രെയിനോട്ട്, അത് അടിച്ചുകൊണ്ട് പോയി. അത് പിന്നെ എനിക്ക് അറിയായിരുന്നു എന്ന് വെക്കാം. ബട്ട് ഞാൻ അബദ്ധം പറ്റി കയറിപ്പോയതാ, ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് അതും എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റീൽ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ദേഷ്യ സങ്കടമൊക്കെ വന്നു. ഞാൻ എന്നിട്ട് വീഡിയോ എടുത്തു, ലൈക്ക് ഏതൊരു ഗെയിമിൽ പോയി വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ സ്റ്റീൽ വേണ്ടി കളിക്കുന്നത് നിർത്താൻ പോവാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ സ്റ്റീൽ ചെയ്ത 2 പേരുടെ പേരൊക്കെ വെച്ച് ഞാൻ എന്താ പറയുക വീഡിയോ ചെയ്താണ്, എഡിറ്റ് ചെയ്ത് ഫോണിൽ വെച്ചതാണ്. ബട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതിന് മുന്നേ 2-3 വട്ടം കൂടി ആലോചിച്ചു. എപ്പോഴും നമ്മൾ ദേശത്തിലെടുക്കുന്ന ഡിസിഷൻസ് തെറ്റെന്ന് പറയാറുണ്ടല്ലോ. സോ അതുകൊണ്ട് ഞാൻ കുറേ ഇങ്ങനെ അവസാനം ഞാൻ ശാന്തമായിട്ടിരുന്ന് കുറേ ആലോചിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യട്ടെ, അവരെടുത്തോണ്ട് പോയി അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, അവരെടുത്തോണ്ട് പോയതിന് ഞാൻ എന്തെങ്കിലും സ്ഥിരമായിട്ട് കളിക്കുന്നത് നിർത്തുന്നത് എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ പിന്നെ വീഡിയോ ഇട്ടില്ല, ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ വീഡിയോ ഇട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്റ്റീലബ്രണ്ടിട്ട് കണ്ടിന്യൂസ് ആയി വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഇവിടെ വരെ ആയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാമല്ലോ, എൻ്റെ കയ്യിൽ 2 പേര് എന്താ പറയുക മെയിൻലോട്ട് സ്റ്റീൽ ചെയ്തുകൊണ്ട് പോയി, 2 സ്കാമേഴ്സിലേക്ക് ഞാൻ പോയി പെട്ടു. ബട്ട് സ്റ്റിൽ എനിക്ക് സ്റ്റീലബ്രണ്ടിൽ നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ഇപ്പം ഞാൻ കളിക്കുന്ന ആളായാലും എൻ്റെ കൂടെ കളിക്കുന്ന ആൾക്കാരായാലും
ഒക്കെ നല്ല ആൾക്കാരാണ് ഗൈസ്. അതേപോലെ എനിക്ക് കുറേ നല്ല സബ്സ്ക്രൈബേഴ്സിന് കിട്ടി, കുറേ നല്ല സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഗിഫ്റ്റ് തന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. എന്താ കുറേ പേരുണ്ട് എനിക്ക് സർവറൊന്നും ഇല്ലാത്ത ടൈമിൽ, അതായത് പ്രൈവറ്റ് സർവർ, ഇപ്പോഴും എനിക്ക് പ്രൈവറ്റ് സർവറൊന്നും ഇല്ല, ഇപ്പോഴും എന്നെ പ്രൈവറ്റ് സർവറിൽ കയറി കളിക്കാൻ അനുവദിക്കുന്നതിനും എനിക്ക് എന്താ പറയുക എന്തെങ്കിലും എനിക്ക് പൊതുവെ ഒരു നല്ല ബ്രെയിൻ റൂട്ട് അതിന് അങ്ങനെ കിട്ടാറില്ല. സോ അപ്പോൾ എനിക്ക് ബ്രെയിൻ റൂട്ടൊക്കെ തരുന്നത് ഇവരാണ്. സോ നല്ല നല്ല ബ്രെയിൻ റൂട്ട് തരുന്നതിനും എന്നെ കയറി കളിക്കാൻ അനുവദിച്ചതിനും ഒക്കെ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താ പറയുക, നമ്മളിങ്ങനെ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തപ്പോൾ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് അത്രയും എന്താ പറയുക നൈസാണ്. സോ താങ്ക് യു. ആൻഡ് കുറേ പേര് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എല്ലാത്തിനും താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്. നിങ്ങളൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ലേ. ഓക്കെ, സോ ഇനി പിന്നെ എപ്പോഴും എന്നോട് അവരുടെ സർവറിൽ കളിക്കാൻ കയറുമോ എന്ന് ചോദിക്കുന്നവരോട് ഒരു ഉത്തരമായിട്ട് ഞാൻ പറയാം, ഞാൻ പുതിയൊരു അക്കൗണ്ട് തുടങ്ങാം, എന്നിട്ട് നിങ്ങളുടെ കൂടെ കളിക്കാൻ പറ്റുന്ന ആഗ്രഹം, അത്ര ആഗ്രഹമുള്ളവരുടെ കൂടെ ഞാൻ കളിക്കാൻ വരാം. അതാകുമ്പോൾ അതിൽ ബ്രെയിൻ റോട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സേഫാണ്, എനിക്കും സേഫാണ്, നിങ്ങൾക്ക് സേഫാണ്. സോ ഞാൻ നിങ്ങളുടെ കയ്യിൽ ആരുടെയും ഫീൽ ചെയ്യില്ല, ഡോണ്ട് വറി. സോ അങ്ങനെ ഞാൻ വരാൻ തരുന്നു. അപ്പോൾ അതാകുമ്പോൾ എല്ലാവരും കൂടെ കയറാമല്ലോ. കാരണം എല്ലാവരും ഒരുപോലെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാകും, നിങ്ങൾ മേ ബി സ്റ്റീൽ ചെയ്യില്ലായിരിക്കാം, ബട്ട് സ്റ്റീൽ ചെയ്യുന്നവർ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ കൂടെ കളിക്കാൻ പറ്റും, നിങ്ങൾക്ക് എൻ്റെ കൂടെയും കളിക്കാൻ പറ്റും. ആൻഡ് നൈസായിരിക്കും. അത് ഞാൻ ഇവൻ്റ് ടൈമിൽ കളിക്കാൻ പറ്റില്ല. ഞാൻ മിക്ക സൺഡേസിലും ഞാൻ ലൈവ് വരാറുണ്ട്. അപ്പോൾ ഞാൻ ലൈവ് വരുമ്പോൾ നിങ്ങളുടെ കൂടെ കളിക്കാൻ വരാം. എത്ര നേരം വേണമെങ്കിൽ കളിക്കാം. ഓക്കെ, ലൈവിൽ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ കൂടെ കളിക്കാം, നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാം. ഹാപ്പി ആയില്ലേ? പിന്നെ എനിക്ക് ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ പറയില്ല, കാരണം അത് ഞാൻ എല്ലാവരുടെയും കൂടെ കളിക്കാൻ കയറുന്ന അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ മേ ബി ആരെങ്കിലും സ്റ്റീൽ ചെയ്തോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ പറയില്ല. ജസ്റ്റ് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കളിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളും ഹാപ്പി, ഞാനും ഹാപ്പി. നല്ല ഐഡിയ ഇല്ലേ? എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേ. ഓക്കെ, സോ അതിനൊരു ഉത്തരവായാലും ഞാൻ കളിക്കാൻ വരുമോ എന്നുള്ളതിന് ഇവൻ്റ് ഞാൻ ആരുടെയും കൂടെ കളിക്കാൻ വരില്ല, ലൈവിൽ ഞാൻ കളിക്കാൻ വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോബ്ലോക്സ് ഐഡി. ഇത് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് മടുത്ത ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ കൊടുത്തേക്ക് എൻ്റെ റോബ്ലോക്സ് ഐ ഡി. ഓക്കെ, ഇതാണ് എൻ്റെ റോബ്ലോക്സ് ഐ ഡി. നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇടാം. അത് മാത്രമല്ല, നിങ്ങൾ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഐ ഡി വെച്ചിട്ട് കമൻറ്റ് ചെയ്യണം. എൻ്റെ ഐ ഡി ഇതാണ്, ഫ്രണ്ട് ആക്കുമോ, അല്ലെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞൊരു കമൻറ്റ് ഇട്ടാൽ ഞാൻ നിങ്ങളെ ഫ്രണ്ട് ആക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഫ്രണ്ട് റിക്വസ്റ്റ് ഇടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഐ ഡി കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ റോബ്ലോക്സ് ഐ ഡി. ഓക്കെ, ഞാനവിടെ മൂഡ് കൊടുത്തേക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, യുവർ ഡിസ്ട്രിക്റ്റ്. കോഴിക്കോടാണ് ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്നെ പ്രൈവറ്റ് സർവറിൽ ഇൻവൈറ്റ് ചെയ്യൂ. എനിക്ക് പ്രൈവറ്റ് സർവർ ഇല്ല ഗൈസ്. എനിക്കില്ലാത്ത സാധനത്തിൽ ഞാൻ എങ്ങനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യും? ഞാൻ തന്നെ വേറെയുള്ളവരുടെ പ്രൈവറ്റ് സർവറിലാണ് കയറി കളിക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് പ്രൈവറ്റ് സർവർ ഇല്ല, എനിക്ക് നിങ്ങളെ ആരും കയറ്റാനും പറ്റില്ല. ഓക്കെ, ഞാൻ ഇനി എന്തെങ്കിലും പ്രൈവറ്റ് സർവർ തുടങ്ങുമ്പോൾ പറ്റിയ ഞാൻ നിങ്ങളെല്ലാം കയറ്റാം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സേവ് ആൻഡ് ആഡ് മീ ഓൺ യുവർ സർവർ. എനിക്ക് സർവർ ഇല്ല, സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഗെയിം? ഓക്കെ, ഫേവറേറ്റ് ഗെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കളിക്കുന്നതിൽ എനിക്ക് സ്റ്റീൽ ബ്രെയിനോട്ടാണ് ഇഷ്ടം. ഇപ്പം ഞാൻ കളിക്കാത്ത ഗെയിം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന 2 ഗെയിംസാണ്. ഒന്ന് GTA 5 സ്റ്റണ്ട് റേസ്, പിന്നെ ഉള്ളത് പോക്കിമോൺ. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, പോക്കിമോൺ സ്വാഡ് ആൻഡ് ഷീൽഡ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. സോ അത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. സോ അത് ഞാൻ കണ്ടിരിക്കുന്നത് റൂംജറി എന്ന് പറഞ്ഞ ചാനലിലാണ്. സോ ഞാനൊരു ഹ്യൂജ് ഫാനാണ് ഗെയിമിൽ. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് എനിക്ക് അത് ഇത്ര ഇഷ്ടം. മേ ബി പോക്കിമോൺ ഗെയിം ആയതുകൊണ്ടായിരിക്കും. ഞാൻ അങ്ങനെ സ്റ്റോറി ഗെയിമിൻ്റെ ഫാനല്ല, ബട്ട് എനിക്ക് ആ ഗെയിം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാനത് 4 വട്ടം ഓൾറെഡി കണ്ടു തീർത്ത്.
4 വട്ടം. ആ ഇട്ട ടൈമിൽ അത് കഴിഞ്ഞ് പിന്നെ 3 വട്ടം കണ്ടിട്ടുണ്ട്. ഇനിയും ഞാനത് എന്നോടത് കാണുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അഫ്കോഴ്സ് ഞാൻ കാണും, എനിക്കിഷ്ടമാണ് ഗെയിം. സോ അങ്ങനെ ഞാൻ കുത്തിയിരുന്ന് കാണുന്ന ഒരു ഗെയിമാണ് അത്. സോ അഫ്കോഴ്സ് അതിൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. പിന്നെ GTA 5 Strand Races, അതും ഇവരുടെ തന്നെയാണ്. ലൈക്ക് റൂംജെറി, പിന്നെ റൂംജെറി ആ ചേട്ടൻ്റെ തന്നെ വേറൊരു ചാനലില്ലേ ജിഞ്ച, അതിലേ കാണാറുണ്ട്. പിന്നെ ഗെയിം തെറാപ്പിസ്റ്റ്, പിന്നെ കാണാറുള്ളത് പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ. ഇവരുടെ 3 പേരുടെയും ചാനലിലെ ഒരു സ്റ്റണ്ട് റേസ് വീഡിയോ പോലും മിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ സ്റ്റണ്ട് റേസും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടാവും. ആൻഡ് അത് ഞാൻ റിപ്പീറ്റ് അടിച്ച് കാണുന്നതാണ്. എപ്പോഴെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വയ്യായികയൊക്കെ വരുമ്പോൾ ഞാൻ ഓടിപ്പോയി കാണുന്ന ഒരു ഇതാണ് അവരുടെ സ്റ്റണ്ട് റേസ്. മേ ബി അത് അവർ തമാശയൊക്കെ പറഞ്ഞുള്ള കളിക്കുക. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ മേ ബി എൻ്റെ വയ്യായികയും അസ്വസ്ഥതയൊക്കെ ഞാൻ മറന്നു പോകുന്നതുകൊണ്ടായിരിക്കാം എനിക്കിഷ്ടമാണ് അങ്ങനെ കാണാനായിട്ട്. സോ എപ്പോഴും ഞാൻ പോയി കാണുന്നൊരു വീഡിയോ ആണ് GTA 5 Strand Racesൻ്റെ വീഡിയോസ്. നിങ്ങൾ എന്നോട് ചോദിക്കരുത് ആരെങ്കിലും വയ്യാതിരിക്കുമ്പോൾ GTA 5 ഒക്കെ പോയി കാണുമെന്ന്, ബട്ട് ഞാൻ കാണും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗസ് റിവ്യൂ എന്ന് വെച്ചാൽ മറ്റേ ഹോം ടൂർ, റൂം ടൂർ ആ സംഭവമാണോ? ഹോം ടൂർ വേണേൽ ചെയ്യാം, ബട്ട് റൂം ടൂർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ റൂമാണ് ഇവിടെ ഉള്ളത് ഏറ്റവും അലങ്കോലായി കിടക്കുന്ന റൂം. സോ അതുകൊണ്ട് അത് ആദ്യം വൃത്തിയാക്കണം, എന്നിട്ട് വേണം എനിക്ക് റൂം ടൂറൊക്കെ ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ ഞാൻ വൃത്തിയാക്കും, പക്ഷെ വൃത്തിയാക്കി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ ഞാനത് കുറവാക്കും. പിന്നെ വൃത്തിയാക്കാൻ കുറേ ടൈം എടുക്കും. മേ ബി ഒരാഴ്ച ഇപ്പോൾ അല്ലെങ്കിൽ 1 മാസം കുറേ ടൈം എടുക്കും ഇവിടെ വൃത്തിയാക്കാൻ. പക്ഷേ വൃത്തിയാക്കി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഞാൻ വൃത്തികേടുവാക്കും. വൃത്തികേടാക്കാൻ ഒരുപാട്, പക്ഷെ വൃത്തിയാക്കാൻ കുറച്ച് മടിയാണ്, കുറച്ച് മിസ്സിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡു എ ഫേസ് റിവ്യൂ. ഇത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് PC. PC ഇതാണ് എൻ്റെ PC 1, ഇതാണ് എൻ്റെ PC 2. ആകെ ഈ 2 ഉള്ളൂ. ഇതിൽ നിന്നാണ് ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഞാൻ ആദ്യത്തെ ഫേസ് ടൈം കൊടുത്തിരുന്നത് എൻ്റെ പപ്പയുടെ പഴയ ഫോണിൽ നിന്നാണ്. സോ ഇത് പുതിയതാണ്. അത് കേടായി കഴിയുമ്പോൾ പഴയത് വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ വർക്കിംഗ് ആണ്, ബട്ട് അതിൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിപ്പോൾ ഉണ്ട്, ബട്ട് ചത്തിട്ടില്ല, പക്ഷെ ജീവനോടുണ്ട്. എന്നാലും റേഞ്ച് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയത് മേടിച്ചതാണ് ഇത്. അപ്പോൾ ഇപ്പോൾ ഇതുണ്ട്. പിന്നെ ഇത് എൻ്റെ ഫോൺ, ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ ഫോൺ. പിന്നെ ഇപ്പം ഞാൻ 2 ദിവസം മുമ്പ് മേടിച്ചാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല, ലൈറ്റ് വരുന്നുണ്ട്. സോ അത് റിംഗ് ലൈറ്റ് ആണ്, റിംഗ് ലൈറ്റ് പ്ലസ് സ്റ്റാൻഡ്. ഞാൻ 2 ദിവസം മുമ്പ് മേടിച്ചതാണ്. സോ അതുകൊണ്ട് ഉണ്ട്. ഇപ്പോൾ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ഒരു സെറ്റപ്പ്. വേറെ ഒന്നിൻ്റെ കേസ് PC ഒക്കെ മേടിച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചി ടക്കോ ട്യൂസ്ഡേ എൻ്റെ കൂടെ കളിക്കുമോ? അതിന് ഞാൻ വേറൊരു ക്വസ്റ്റ്യന് ഞാൻ ഉത്തരം തന്നിട്ടുണ്ടായിരുന്നു. സോ സെയിം ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് ഞാൻ എന്തിനാ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നത്. സോ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഫേവറേറ്റ് യൂട്യൂബർ യുവർ. സോ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാന്നുള്ളത്. എനിക്ക് ഒറ്റ യൂട്യൂബറായിട്ട് പറയാനില്ല. മെയിൻലി പറഞ്ഞാൽ 3 പേരാണ്. ലൈക്ക് 1 ഗെയിം തെറാപ്പിസ്റ്റ്, പിന്നെ 2 ജിഞ്ച. ഇപ്പം ഞാൻ കൂടുതൽ ജിഞ്ചയാണ് കാണുന്നത്. സോ ജിഞ്ച, പിന്നെ പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ. ഇപ്പോൾ പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ അങ്ങനെ വീഡിയോസ് ഇടാറില്ല. സോ അതുകൊണ്ട് ഇപ്പോൾ അതില്ല. ബട്ട് ഗെയിം തെറാപ്പിസ്റ്റും ജിഞ്ചയും എല്ലാ വീഡിയോസും ഞാൻ മിസ് ചെയ്യണം കാണും. ചില ടൈമിൽ എനിക്ക് ചിലപ്പോൾ എന്താ പറയുക, ടൈം കിട്ടില്ല വീഡിയോ അപ്പം കാണാനായിട്ട്. ഡെയിലി വീഡിയോസ് വരുമല്ലോ, ഗെയിം തെറാപ്പിസ്റ്റ് ഡെയിലി വീഡിയോസ് ഇടും. അപ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടുന്ന ടൈമിൽ മാക്സിമം വീഡിയോസ് കണ്ടുതീർക്കും. അല്ലാത്തപ്പോൾ പിന്നെ ടൈം കിട്ടുന്നതനുസരിച്ച് കാണാത്ത വീഡിയോസൊക്കെ ഞാൻ കണ്ടുതീർക്കും. ഞാൻ ഒരു വീഡിയോ പോലും ഇതുവരെ കണ്ടു തീർക്കാത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് മുമ്പുള്ളതും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതെങ്കിലും വീഡിയോസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാ വീഡിയോസും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ കണ്ടു തീർത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ജിഞ്ചയിലെയും ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. പിന്നെ പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ലൈക്ക് ഇവർ 3 പേരാണ് എൻ്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ്. പിന്നെ കുറേ പേരെന്നോട് റൂമാസിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. ഞാൻ ഈ ഗെയിം തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ റൂംജെറി, പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാനൊക്കെ കാണാൻ തുടങ്ങുന്നത് ഐ തിങ്ക് ഞാൻ 9ാം ക്ലാസ്സിൽ കൊറോണ ടൈമിലാണ് ഞാൻ ഇവരുടെയൊക്കെ വീഡിയോസ് കാണാൻ തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അപ്പോഴാണ് ഞാൻ മെയിൻലി കാണാൻ തുടങ്ങുന്നത്.
ആ ടൈമിൽ എനിക്ക് പഠിത്തമൊന്നുമില്ലായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം ഫോണിലായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മാസ്റ്ററിൻ്റെ ചാനൽ കണ്ടിട്ടില്ല, വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അപ്പോൾ ചാനലില്ല എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ എൻ്റെ ഒരു ലിസ്റ്റിലേക്ക് മാസ്റ്റർ കയറിയിട്ടില്ല. മേ ബി ആ ഒരു ടൈമിൽ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി എൻ്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ലിസ്റ്റിൽ മാസ്റ്റർ വന്നേനെ. ബട്ട് എന്ന് വെച്ചാൽ ഇഷ്ടമല്ല എന്നല്ല, ഇഷ്ടമാണ്. ബട്ട് എപ്പോഴും അങ്ങനെ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ അങ്ങനത്തെ ഒന്നുമില്ല, കാണും. ഞാൻ കണ്ടിട്ടുണ്ട് ഗ്രാനിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഏതൊക്കെ 1-2 വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അത്ര കൂടെ. അല്ലാതെ ഡെയിലി കാണുക അല്ലെങ്കിൽ ഒരു വീഡിയോ മിസ് ചെയ്യാതെ കാണുക അങ്ങനെയൊന്നുമില്ല. ഇവരുടെ വീഡിയോസൊക്കെ പക്ക ഞാൻ മിസ് ചെയ്യാതെ കാണുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ റൂംജെറി എന്ന് പറഞ്ഞ ചാനലിലിട്ട പോക്കിമോൺ വീഡിയോ, എനിക്കറിയത്തില്ല ഗൈസ്, ഞാൻ പോക്കിമോൺ വീഡിയോ 4 വട്ടം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ലൈവ് വീഡിയോ, എനിക്ക് തോന്നുന്നു GTA 5 സ്റ്റണ്ട് റേസിൻ്റെ ലൈവ് വീഡിയോ വന്നു 5 മണിക്കൂർ എന്നുള്ള ലൈവ് വീഡിയോ ഉണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനത് എപ്പോഴാണ് കണ്ടു തീർത്തതെന്നുള്ളത്. എനിക്ക് അത്ര ഓർമ്മ നിൽക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട് 2 നിലയുണ്ട്, ഞാൻ മുകളിലായിരുന്നത് 2 നിലയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താ എൻ്റെ റൂം താഴെയാണ്. അപ്പോൾ ഞാൻ ബുക്കൊക്കെ എടുത്ത് മുകളിലേക്ക് കയറി വരും, സൗണ്ടാണ്, എനിക്ക് താഴെയൊന്നും പിടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കയറി വരും. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഫോണിലോട്ട് ഫോൺ എടുത്തിട്ട് വരും, ലൈക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാനാണ്, ഫ്രണ്ട്സിനെ വിളിച്ച് പഠിക്കാനാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാനിരുന്ന് വീഡിയോസ് ഒക്കെ കാണും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കൊരു എന്താ പറയുക, ഒരു വിയേർഡായിട്ടുള്ള സ്വഭാവമുണ്ട്. എന്തെങ്കിലും ഒരു സാധനം കാണാൻ തുടങ്ങിക്കഴിഞ്ഞു, ഇപ്പോൾ എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ സീരീസ് ആയിക്കോട്ടെ, ഗെയിം പ്ലേ ആയിക്കോട്ടെ, ഞാൻ കേഡ്രാമയൊക്കെ കാണുക. അപ്പോൾ കേഡ്രാമ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് തീരാതെ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ ഞാൻ ഈ ലൈവ് കാണുന്നത് എൻ്റെ 10ാം ക്ലാസ്സിൽ സോഷ്യൽ പരീക്ഷേൻ്റെ തലേദിവസമാണ്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ ആ 5 മണിക്കൂറിൻ്റെ ലൈവ് കണ്ട് തീർത്തിട്ടാണ് ഞാൻ സോഷ്യൽ പഠിക്കാൻ ബുക്ക് ചെയ്ത് കൊടുക്കുന്നത്. അയ്യോ, എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ആ ലൈവ് അവിടെ തന്നെ ഉണ്ടാവും, എങ്ങോട്ട് പോയാലും പരീക്ഷയ്ക്ക് വന്നിട്ട് കണ്ടാലും മതി. ബട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കേസ് പഠിത്തത്തിൽ. ആ ലൈവ് കണ്ട് തീർത്തിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. എന്തോ ഭാഗ്യത്തിനാണ് സോഷ്യലൊക്കെ തോക്കാതെ ജയിച്ചത്, തോക്കേണ്ടതായിരുന്നു ഈ പഠിത്തത്തിൽ. അതേപോലെ തന്നെ എന്താ, ഞാൻ ഫാൾ ഗേസിൻ്റെ ലൈവ് കണ്ടു തീർത്തിട്ടുണ്ട്. GTA 5 എല്ലാ അതായത് GTA 5 സ്റ്റണ്ട് റേസ് മാപ്പ് ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോസും ലൈവ് കണ്ടു തീർത്തിട്ടുണ്ട്. അതേപോലെ പോക്കിമോൺ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലൈക്ക് പോക്കിമോൻ ഇട്ടുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ സ്കൂളൊക്കെ വിട്ട് വരുന്നത് തന്നെ ഇവർ 2 പേരുടെ വീഡിയോസ് കാണാൻ, അതായത് റൂംജെറിൻ്റെയും ഗെയിം തെറാപ്പിസ്റ്റിൻ്റെയും. സോ ചില ദിവസം ഈ പോക്കിമോൺ വീഡിയോസിൻ്റെ ടൈമിൽ പറയും ലൈക്ക് ടാർഗറ്റ് ഇത്ര എത്തിയാലേ നാളെ വീഡിയോസ് ഇടുള്ളൂ എന്ന്, അതായത് പോക്കിമോൺ വീഡിയോ ഇടുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനാണ്. ഞാൻ എന്നിട്ട് എന്താ, എന്നെക്കൊണ്ട് എവിടുന്നൊക്കെ ഏതൊക്കെ അക്കൗണ്ടിൽ നിന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം മാറി മാറി ഞാൻ ലൈക്ക് ചെയ്യും. ഈ ലൈക്ക് ടാർഗറ്റ് എത്തിക്കണം, എന്നാലും നാളെ വീഡിയോ ഇടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഇപ്പോൾ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു, ഈ കറക്റ്റ് ലെങ്ത് ഒന്നും ഓർമ്മയില്ല, എന്തായാലും ആ വീഡിയോ ആ ടൈം, അതായത് ഇപ്പോൾ പോക്കിമോൺ വീഡിയോയ്ക്ക് ഇപ്പോൾ 30 മിനിറ്റാണ് ഒരു വീഡിയോയുടെ ലെങ്ത് എങ്കിൽ ആ വീഡിയോയെ തീരരുതെന്ന് വിചാരിച്ച് കാണുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ഒരു ദിവസം പോക്കിമോൺ വീഡിയോ കാണാതെ സർവൈവ് ചെയ്യുക? സോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ലൈക്ക് ടാർഗറ്റ് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന എനിക്കുള്ള എല്ലാ അക്കൗണ്ടിലും കയറി ഞാൻ ലൈക്ക് അടിക്കും, എന്നാലും ലൈക്ക് ടാർഗറ്റ് തോന്നും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അയ്യോ, എന്തെങ്കിലും ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് സങ്കടമാണ്, ഇവരെന്താ വീഡിയോ ഇടാത്തെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴല്ല, ഞാൻ പണ്ട് ചിന്തിക്കുമായിരുന്നു ഇവർക്ക് ഗെയിം കളിച്ച് മാത്രം വീഡിയോ ഇട്ടാൽ പോലെ, ഇവർക്ക് പെട്ടെന്ന് വീഡിയോസ് ഇട്ടൂടെ, ഡെയിലി വീഡിയോസ് ഇട്ടൂടെ, 2 വീഡിയോ 3 വീഡിയോ ഒക്കെ വെച്ചിട്ടൂടെ എന്നൊക്കെ ഞാൻ പണ്ട് ചിന്തിക്കുമായിരുന്നു. ഇപ്പം ചിന്തിക്കില്ല, അന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അറിയാം എനിക്കിതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ. അതേപോലെ പോക്കിമോൺ വീഡിയോ ഞാൻ 2ാമത് കാണുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് +2 പരീക്ഷയുടെ തൊട്ട് മുമ്പാണ് എനിക്ക് പോക്കിമോൺ വീഡിയോ കാണാൻ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ പറയുന്നതൊക്കെ ഒരു ഫീലാണ്. പോക്കിമോൺ കാണണം, അത് കാണണം. എന്താ അങ്ങനെയൊന്നും എനിക്ക് എന്നോട് ചോദിക്കരുത്, എൻ്റെ ചില വിയേർഡ് സ്വഭാവങ്ങളാണ് ഇതൊക്കെ. സോ ഞാൻ എന്നിട്ട് പരീക്ഷ കഴിയട്ടെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി. ബട്ട് അറ്റ് ലാസ്റ്റ് എനിക്കത് കാണാതെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയും കുത്തിയിരുന്ന് കണ്ടു. അതിന് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട് പോക്കിമോണിൻ്റെ.
രണ്ടാമത്തെ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒന്നാമത്തെ ഈ സ്വടാക്ഷികൾ മാത്രമാണ് എനിക്കിപ്പോൾ ഓർമ്മയുള്ളത്. അപ്പോൾ അത് കണ്ട് തീർത്ത് 2 പൊക്കേമോൺ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഗെയിം പ്ലേ വീഡിയോ, 2 ഫുള്ള് കണ്ട് തീർത്തിട്ടാണ് ഞാൻ +1 പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെയൊക്കെ ഒരു വീട് സ്വഭാവമുള്ള കൂടുതലാണ് ഞാൻ. അതും കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ 4 പ്രാവശ്യം കണ്ടെന്ന്. സോ ഇനി എന്നോട് കാണുന്ന ദിവസം ഇനി ഞാൻ കാണും. എനിക്ക് ഇഷ്ടമാണ് പോക്കിമോൺ ഗെയിം പ്ലേ വീഡിയോ. അവർ വിചാരിക്കുന്നുണ്ടാവോ അവരുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്ന ഒരാളുണ്ടെന്ന്? എനിക്കറിയില്ല. ഗെയിം തെറാപ്പിസ്റ്റിനാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹൊറർ ഗെയിംസ്. സോ ഞാൻ അങ്ങനെ റിപ്പീറ്റ് അടിച്ചിരുന്ന് കാണാറില്ല. ബട്ട് എന്നാലും ഹൊറർ ഗെയിം പ്ലേ വീഡിയോസൊക്കെ ഇനിയും കാണുന്ന ദിവസം ഞാൻ ഇനിയും കാണും. ബട്ട് ടൈം ഇല്ല, അതാണ് പ്രശ്നം. പക്ഷേ കാണുമെന്ന് ചോദിച്ചാൽ ഞാൻ കാണും, എനിക്കിഷ്ടമാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ GTA 5 സൺറൈസ് ഇവരുടെ 3 പേരുടെയും ഞാൻ ഇനി ഒരെണ്ണം പോലും കാണത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എല്ലാം കുറേ വട്ടം കണ്ടു തീർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചിയുടെ നെയിം പറ. എൻ്റെ പേര് ഓൾറെഡി ചാനലിലുണ്ട്, അത് ഞാൻ ഫുൾ നെയിം പറയാം. എൻ്റെ പേര് സിയോണ മരിയ മൈക്കിൾ എന്നാണ്. ഓക്കെ ആൻഡ് ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഗിവ് അവേ എപ്പോഴാണ്? നെക്സ്റ്റ് ഗിവ് അവേ മേ ബി 2K ആവട്ടെ. 2K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നെക്സ്റ്റ് ഗിവ് അവേ നോക്കാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രൂപ്പ് മാസ്റ്റർ ഓർ ഗെയിം തെറാപ്പിസ്റ്റ്? ഞാൻ ഗെയിം തെറാപ്പിസ്റ്റിനെ ചൂസ് ചെയ്യും കേസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവരുടെ 3 പേരുടെയും അതായത് റൂം ചെറി അല്ലെങ്കിൽ ഗെയിം തെറാപ്പിസ്റ്റ്, പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ്റെ ഒക്കെ വീഡിയോസ് കാണുന്ന ടൈമിൽ ന്യൂബാസിനെ കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് എനിക്കറിയില്ല. അത് യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും എനിക്കറിയില്ല. എന്തായാലും ഞാൻ അന്ന് കണ്ടിട്ടില്ല. മേ ബി ആ ഒരു ടൈമിൽ ഞാൻ കണ്ടിരുന്നെങ്കിൽ മേ ബി എൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ലിസ്റ്റിൽ ന്യൂമാസ്റ്റർ വന്നേനെ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, ബട്ട് ഞാൻ കാണാറുണ്ട് വീഡിയോസൊക്കെ. അങ്ങനെ അങ്ങോട്ട് എല്ലാ വീഡിയോസും ഇങ്ങനെ ഇരുന്നിരുന്ന് കാണാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഗ്രാനി വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ വേറെ ഏതൊക്കെയോ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് പിന്നെ 1-2 CD ബ്രെയിനോട്ടിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ന്യൂ ബ്ലോഗ്സിലാണ് തോന്നുന്നു. അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഡെയിലി വീഡിയോസ് ഇടാറുണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങനെ ഇരുന്ന് എല്ലാ ദിവസവും കാണുക അങ്ങനെയൊന്നുമില്ല. വല്ലപ്പോഴും ടൈമൊക്കെ കിട്ടുമ്പോൾ ഞാൻ വീഡിയോസ് കാണും, അത്രേ. സോ ന്യൂബ് മാസ്റ്റർ ഓർ ഗെയിം തെറാപ്പിസ്റ്റ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടാപ്പ് ട്യൂസ്ഡേ കളിക്കുമോ? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ സാറ്റർഡേയും ഇവൻറ്റ് കളിച്ചിട്ടില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഒഴിവാക്കിയത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇന്നലത്തെ ഞാൻ കളിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. മേ ബി ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ഒന്ന് സ്റ്റോറേജ് സെറ്റാക്കിയിട്ട് എൻ്റെ അപ്പോൾ ട്യൂസ്ഡേയും മറ്റേ സാറ്റർഡേ ഇവൻറ്റൊക്കെ കളിക്കാമെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആ ഇവൻറ്റ് ഉണ്ടാവില്ല, ഈ ഇവൻറ്റും ഉണ്ടാവില്ല. എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ഇടാനുള്ളൊരു ടൈം വേണ്ടേ. പിന്നെ കുറേ പണിയുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഗെയിമിംഗ് ചാനൽ ഇതിലേക്ക് വീഡിയോസ് വേണം, എൻ്റെ മെയിൻ ചാനൽ അത് വ്ലോഗ് ചാനലിലേക്ക് വീഡിയോസ് വേണം. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്കൊരു കുട്ടി ജ്വല്ലറി ബിസിനസ് ഉണ്ട്, അപ്പോൾ അതിൽ ഞാൻ ആക്റ്റീവാണ്, അപ്പോൾ അതിലേക്ക് വീഡിയോസ് വേണം. പിന്നെ ഞാൻ ഈ ഇൻസ്റ്റയിൽ എൻ്റെ മറ്റേ മെയിൻ ചാനലിന് ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്, അതിൽ ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഗെയിമിംഗ് ചാനലിന് ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ പോയി നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻറ്റിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇവിടെ കൊടുത്തേക്കാം ഇൻസ്റ്റാ ID. സോ അപ്പോൾ അതിൻ്റെ മെസ്സേജ് അയച്ചാൽ ഞാൻ പറ്റുന്ന പോലെ റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ എല്ലാറ്റിലും വീഡിയോസ് ഇടാനുള്ളത് കൊണ്ട് സ്റ്റോറേജിൻ്റെ കാര്യം കുറച്ച് കഷ്ടപ്പാടാണ്. പിന്നെ ടൈം, എല്ലാത്തിലും കൂടി എഡിറ്റ് ചെയ്ത് തരാൻ ടൈം വേണം. പിന്നെ മിക്കവാറും അടുത്ത ദിവസം അല്ലെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് നെക്സ്റ്റ് എക്സാം ഡേറ്റ് ഉണ്ട്. അപ്പോൾ പഠിക്കാനുണ്ട് നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് പഠിക്കണം ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എല്ലാത്തിനും കൂടെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിൽ വീഡിയോസ് വരാനുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് വൈകല്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടൊക്കെ കൂടിയാണ് കുറച്ച് നാൾ ഇതിൽ ഗ്യാപ്പ് വന്നത്. ഇനി തൊട്ട് ഞാൻ പക്ക മിസ്സാവാതെ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഗേസ്. ഇനി ആരെങ്കിലും ലൈക്ക് അടിക്കാതെ സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി മുമ്പ് വരും ഗേസ്. പോയി ലൈക്ക് സബ് ചെയ്യണേ മക്കളെ. ഇനി ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചവർ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ പോയി ലൈക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് യുവർ ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ ഓർ ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ട് ദിസ് യൂട്യൂബ് ചാനൽ?
അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ടേ ഗെയിം കളിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ യൂട്യൂബ് കാണുന്നു, വീഡിയോസൊക്കെ കാണുന്നു, ഗെയിം തെറാപ്പിസ്റ്റ് ജിൻജ അവരുടെയൊക്കെ കാണുമല്ലോ. അപ്പോൾ മേ ബി അവരുടെയൊക്കെ വീഡിയോസ് കാണുന്നതുകൊണ്ടും എനിക്ക് ഗെയിം കളിക്കാൻ ഇഷ്ടമായതുകൊണ്ടും അങ്ങനെയൊക്കെ ഇരുന്നായിരിക്കാം മേ ബി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ, ഗെയിമിങ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു ഇൻട്രസ്റ്റ് വന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ തുടങ്ങിയത് എന്താ പറയുക, ഞാൻ പെട്ടെന്ന് തുടങ്ങിയതാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും ആലോചിച്ചിട്ടില്ല, ആർക്കും അറിയത്തില്ല. ഞാനിങ്ങനെ ഒരു ദിവസം കട്ടിലേക്കിരുന്ന് ഷോർട്സ് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഗെയിം കളിക്കുന്ന വീഡിയോസ് ഇടുന്നത് ഞാൻ കണ്ടു. ലൈക്ക് ആ കുട്ടിയുടെ ഗെയിമിങ് വീഡിയോസ് ആയിരുന്നു അത്. ഞാൻ പെട്ടെന്ന് കണ്ടു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ കയ്യിൽ ഗെയിം കളിക്കാൻ പറ്റിയൊരു ഫോണുണ്ട്, പിന്നെ എനിക്ക് ഫേസ് ക്യാം എടുക്കാനൊരു ഫോണുണ്ട്, പിന്നെ എനിക്ക് ഹെഡ്ഫോണുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എന്തുകൊണ്ട് എനിക്കൊരു ഗെയിം ചാനൽ തുടങ്ങിക്കൂടാ, എനിക്കെല്ലാം ഉണ്ടല്ലോ. ഞാൻ പണ്ട് എന്താ പറയുക, എൻ്റെ മെയിൻ ചാനൽ തമ്മിൽ ക്ലിക്കായി, അതിന് കുറച്ച് ഇൻകമൊക്കെ കിട്ടി. എന്താ പറയുക, എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞ് ഒരു കുട്ടി ലാപ്ടോപ്പോ അല്ലെങ്കിൽ PC ഒക്കെ സെറ്റാക്കി കഴിഞ്ഞ് ഗെയിമിംഗ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. ബട്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. സോ പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ടപ്പേന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങി. ഞാൻ എൻ്റെ ആദ്യത്തെ ചാനൽ തുടങ്ങിയപ്പോൾ പേരൊക്കെ ഇടാൻ കുറേ കഷ്ടപ്പെട്ടതല്ലേ, കുറേ ആലോചിച്ച്, കുറേ പേരോട് ചോദിച്ച്, കുറേ പേരോട് പറഞ്ഞ്, അങ്ങനെയൊക്കെ ഞാൻ ചാനൽ തുടങ്ങി. ബട്ട് ഇതങ്ങനെയൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് ചാനൽ തുടങ്ങി, പെട്ടെന്ന് പേരിട്ടു, പിറ്റേന്ന് വീഡിയോ എടുത്തു, അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. എല്ലാം ടപ്പേന്നായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു അത് നന്നായി, ആരോട് പറയാതെ പെട്ടെന്ന് ചാനൽ തുടങ്ങിയത്. സോ നിങ്ങൾ തുടങ്ങുമ്പോൾ അത് മൈൻഡിൽ വെച്ചു ഇങ്ങനെ ചാനൽ തുടങ്ങാൻ. ഓക്കെ, സോ എൻ്റെ ഇൻസ്പിറേഷൻ മോട്ടിവേഷനും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാനായിട്ട് ആരുമില്ല ഗൈസ്. മേ ബി ഇതൊക്കെ ആയിരിക്കാം. ആൻഡ് ഗെയിം തെറാപ്പിസ്റ്റ് റൂജലി, പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാൻ, ഇവരൊക്കെ ആയിരിക്കും എൻ്റെ ഇൻസ്പിറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ആണെന്ന് ഞാൻ വേസ്റ്റ് വെച്ചിരിക്കുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന്. ശരിക്കും 2 ചാനലേ ഉള്ളോ അതോ അതിൽ കൂടുതൽ ചാനലുണ്ടോ? ചുമ്മാ അറിയാൻ ചോദിച്ചതാണ്. ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് 4 യൂട്യൂബ് ചാനലുണ്ട്. ഒന്നെൻ്റെ മെയിൻ ചാനൽ, പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുട്ടി ബിസിനസ് ഉണ്ടെന്ന്, ജ്വല്ലറി ബിസിനസ്. സോ അതിനു വേണ്ടി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതൊരെണ്ണമുണ്ട്. പിന്നെ വേറെ ഒരെണ്ണം കൂടിയുണ്ട്, അത് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. സോ ഒന്ന് അധികം ക്ലിക്കായിട്ടൊന്നുമില്ല, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൂ. സോ ഞാൻ വിചാരിച്ചു അതൊന്ന് ക്ലിക്കായി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, സോ അതിനെക്കുറിച്ച് പിന്നെ പറയാം. അപ്പോൾ മൊത്തം 4 എണ്ണമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചിയുടെ ഹിഡൻ ടാലൻസ് എന്തൊക്കെയാണ്? ഹിഡൻ ടാലൻസോ? എനിക്കിങ്ങനെ ചെവി ഇങ്ങനെ ഇളക്കാൻ പറ്റും. ഞാൻ കൈയൊന്നും പിടിച്ചിട്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കങ്ങനെ ചെവി ഇങ്ങനെ എന്താ പറയുക ഇളക്കാൻ പറ്റും. ഇതാണ് കേസ് എൻ്റെ ഒരു ഹിഡൻ ടാലൻ്റ് എന്ന് പറയാൻ. ഇനി വേറെ എന്തെങ്കിലും ഹിഡൻ ടാലൻറ്റ് ഞാൻ അറിയാതെ ഹിഡനായിട്ട് കിടപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്കറിയുന്ന ഒരു ഹിഡൻ ടാലൻറ്റ് ഇതാണ്. സോ അപ്പം നമ്മൾ പോസ്റ്റ് ഇട്ടതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു, എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ച്. സോ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. സോ നമുക്ക് അതും കൂടെ എഴുത്തല്ലാത്തുള്ള ക്വസ്റ്റ്യൻസിനും കൂടെ റിപ്ലൈ തരാം. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, ഞാനപ്പോൾ റിപ്ലൈ തരാം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ അടിയിൽ ഞാനൊരു വലിയ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ അത് കാണുന്നില്ല. ഐ തിങ്ക് അത് ഡിലീറ്റ് ആക്കി തോന്നുന്നു. എന്തിനാണ് അത് ഡിലീറ്റ് ആക്കിയെന്ന് എനിക്കറിയില്ല. സോ അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ റിപ്ലൈ ഞാൻ തരാം. എനിക്ക് എല്ലാം ഒന്നും ഓർമ്മയുള്ളത് ഞാൻ തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ പേര് ഞാൻ പറഞ്ഞു. പിന്നെ പപ്പയുടെ അമ്മയുടെ പേര് ചോദിച്ചായിരുന്നു. അത് പപ്പയുടെ പേര് മൈക്കിൾ, അമ്മേൻ്റെ പേര് മേരി. പിന്നെ ഉള്ളത് ചേട്ടനോ ചേച്ചി ചോദിച്ചായിരുന്നു. യെസ്, എനിക്ക് 2 പേരുണ്ട്, ഒരു ചേട്ടനുണ്ട് ഒരു ചേച്ചിയുണ്ട്. പിന്നെ അവരുടെ പേര് ചോദിച്ചായിരുന്നു. ചേട്ടൻ്റെ പേര് ടോബിൻ, ചേച്ചിയുടെ പേര് ടോണിയ.
പിന്നെ ഇവരുടെ ചേട്ടൻ്റെയും കല്യാണം കഴിഞ്ഞാണ്, ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞാണ്. പിന്നെ അവർക്ക് രണ്ടുപേർക്കും മക്കളുമുണ്ട്. പിന്നെ ചോദിച്ചതായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ്. എനിക്കങ്ങനെ അധികം ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല കേസ്. ഞാൻ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ടാണ്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ആൾക്കാരോട് സംസാരിക്കാറില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവാണ്. എനിക്ക് കയ്യിലുണ്ടാവുന്ന അത്രയും ഫ്രണ്ട്സേ ഉള്ളൂ. സോ അതുകൊണ്ട് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. പിന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ, ബോയ് ഫ്രണ്ട് ഉണ്ടോയെന്നാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്നെ കണ്ടിട്ട് ഒരു ബോയ് ഫ്രണ്ട് ഒക്കെ ഉള്ള ആളായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കറിയത്തില്ല. ബട്ട് എന്തായാലും എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല കേസ്. യെസ്, ഐ എം സിംഗിൾ. എനിക്കിപ്പോൾ ഇന്നേക്ക് 20 വയസ്സായി. ടിൽ നൗ ഞാൻ സിംഗിളാണ്. ഇതുവരെ ഞാൻ കമ്മിറ്റഡ് ആയിട്ടില്ല. ഓക്കെ, സോ അതിനൊരു ഇത്രയും ഡീറ്റെയിലും. പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, മെയിൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, യൂട്യൂബ് റവന്യൂ. സോ അതിൻ്റെ ഉത്തരം ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാം. ഓക്കെ, സോ പിന്നെ അതിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇത്ര ഓർമ്മയുള്ളൂ. വേറെ പിന്നെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. ആ കമൻറ്റ് കാണുന്നില്ല, ഡിലീറ്റ് ആക്കിയെന്ന് തോന്നുന്നു, അറിയില്ല. ഓക്കെ, സോ എന്തായാലും ഞാൻ ഇപ്പോൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ വന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി ഐ ക്യാൻ ജോയിൻ യുവർ ഡിസ്കോഡ്, യു ഡിഡ് ബാൻ, ഐ ക്യാൻ ജോയിൻ, ഐ ഡിഡ്ന്റ് ഗെറ്റ് അക്സെപ്റ്റ് റിക്വസ്റ്റ്. ഓക്കെ, എനിക്ക് ഓൾറെഡി ഒരു ഡിസ്കോഡ് ഉണ്ട് ഗൈസ്. സോ ഞാൻ എൻ്റെ ഡിസ്കോഡിൻ്റെ എന്താ പറയുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ആൻഡ് കമൻറ്റിൽ പിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതോ ഓൾറെഡി പറഞ്ഞ കമൻറ്റ് പിൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. സോ അപ്പോൾ അത് എല്ലാം കൂടെ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ പറ്റിയ പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെയുള്ളത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടും. അവിടെ പോയാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ കുറേ ആൾക്ക് പറഞ്ഞു കേട്ടു അവർക്ക് ഡിസ്കോഡ് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ പറയുന്ന കേട്ടു. അതൊന്നും എനിക്കറിയില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുമോ? ലൈക്ക് കുറേ നാൾ കഴിഞ്ഞാൽ പിന്നെ എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഇപ്പോൾ നിങ്ങളുടെ ആരുടെയും കമൻസോ ഒന്നും ഞാൻ കാണാറില്ല. പണ്ട് നിങ്ങൾ കുറേ മെസ്സേജ് ഇടുമായിരുന്നു, കമൻസ് ഇടുമായിരുന്നു, അതായത് ഡിസ്കോഡിൽ കുറേ മെസ്സേജൊക്കെ അയക്കുമായിരുന്നു. ബട്ട് ഇപ്പോൾ ഒന്നും കാണാറില്ല. അതെന്താ എനിക്കറിയത്തില്ല കേസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ എനിക്ക് പറഞ്ഞു തരും കേസ്, എനിക്കറിയാത്തതുകൊണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുറേ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എഡിറ്റിംഗ് ആപ്പ്. ഞാൻ വലിയ പ്രോ എഡിറ്ററൊന്നുമല്ല കേസ്. ഞാൻ നിങ്ങളെല്ലാം ഉപയോഗിക്കുന്ന സാധാരണ ആപ്പിൽ നിന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. സോ എൻ്റെ എഡിറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഇൻഷോട്ട്. ഇൻഷോട്ടിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. നിങ്ങളെല്ലാം ഭൂരിഭാഗം ആൾക്കാരും എനിക്ക് തോന്നുന്നു ഇൻഷോട്ടിൽ നിന്ന് തന്നെയാണ് എഡിറ്റ് ചെയ്യാറ്. എനിക്കറിയില്ല. സോ കുറേ പേര് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഞാൻ ഇൻഷോട്ടിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് യൂട്യൂബർ നെയിം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ആരാണ് ഫേവറേറ്റ് യൂട്യൂബർ എന്നുള്ളത്. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴോ ആൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ സാഹചര്യം. അതും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ലൈക്ക് ക്വസ്റ്റ്യൻ വരുന്നതിന് മുന്നേ ഞാൻ ഉത്തരം പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ഷോർട്സ് തോണ്ടിക്കൊണ്ടിരുന്ന ടൈമിൽ പെട്ടെന്ന് തുടങ്ങിയതാണ്. അതാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത മൊമെൻറ്റ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ സാഹചര്യം. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു എനിക്കൊരു ഗെയിമിംഗ് ചാനൽ ഉണ്ടെന്നുള്ളത്. എനിക്ക് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങി, എനിക്കൊരു പുതിയ ചാനൽ ഉണ്ടെന്നുള്ള കാര്യം. ഇപ്പം പിന്നെ ഞാൻ കുറച്ച് പേരെടുത്ത് പറഞ്ഞു. ബട്ട് ആ ഒരു ടൈമിൽ ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്. എന്നാലും ഇപ്പോഴും കുറേ പേർക്ക് അറിയത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി എന്നാണ് റോബ്ലോക്സ് ഗെയിം കളിക്കാൻ തുടങ്ങിയത്? ഐ തിങ്ക് ഞാൻ +1 പഠിക്കുമ്പോഴാണ് തോന്നുന്നു ഫസ്റ്റ് ടൈം റോബ്ലോക്സ് കേറ്റുന്നത്. ആൻഡ് ആ കേറ്റ ടൈമിൽ ആദ്യം ഞാൻ കേറ്റ ടൈമിൽ ലോഗിനും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ പിന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. അന്ന് ഞാൻ കളിച്ചിട്ടില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും റോബ്ലോക്സ് കയറ്റുന്നത്. പിന്നെയാണ് ഞാൻ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഞാൻ ആദ്യം കളിക്കാൻ തുടങ്ങിയ ഗെയിംസ് എന്ന് വെച്ചാൽ പാർക്കോർ ഗെയിംസ് ആണ്. ലൈക്ക് ഒരു ഗെയിമില്ലേ 2 പേര് തമ്മിൽ കളിക്കുന്നത്. അതായത് ഒരാളിപ്പോൾ ചുമന്ന് സ്വിച്ചിൽ കയറി നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പാലോ അല്ലെങ്കിൽ ആ ഒരു ഒബ്സ്റ്റിക്കിൾ കടന്ന് അപ്പുറത്തെത്താൻ പറ്റുള്ളൂ. അതേപോലെ അവിടെ നിന്ന് ഒരു മഞ്ഞ സ്വിച്ച് ചവിട്ടിയാൽ മാത്രമേ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ ഒരു ഗെയിംസ് ഇല്ലേ. ഞാൻ അതായിരുന്നു പണ്ട് കുറേ കളിച്ചുകൊണ്ടിരുന്നത്.
ആൻഡ് അറിയാവുന്നവരുടെ കൂടെയൊന്നുമില്ല, സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ വരും, അപ്പോൾ അവരുടെ കൂടെയായിരുന്നു കളിച്ചിട്ടുള്ളത്. പിന്നെ അല്ലാതെയും കുറേ പാർക്കൂർ ഗെയിംസ് ഒക്കെ ഞാൻ കളിക്കുമായിരുന്നു. പിന്നെ കുറേ നേരം കളിച്ചിട്ട് എനിക്ക് തലവേദന എടുക്കേണ്ടി, അപ്പം ഞാൻ നിർത്തിപ്പോവും. അതുവരെ ഞാൻ പാർക്കൂറായിരുന്നു കളിച്ചിട്ടുള്ളത്. എനിക്കറിയത്തില്ല, ഇപ്പം ഞാൻ അങ്ങനെ പാർക്കൂർ ഗെയിംസ് കളിക്കാറില്ല, പക്ഷെ പണ്ട് കൂടുതലും പാർക്കൂർ ഗെയിംസ് ആയിരുന്നു ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. ഐ തിങ്ക് +1 ആണ് ഗെയിംസ്. +1 ഞാൻ റോബ്ലോക്സ് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ ഉത്തരം അറിയായിരിക്കും. നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ. ഞാനിത് വേൾഡ് കപ്പിന് മുന്നേ ഇട്ട Q&A വീഡിയോ ആയതുകൊണ്ടാണ്, അതായത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞിട്ട വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. സോ എൻ്റെ ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ടീം യു ലൈക്ക് ഇൻ വേൾഡ് കപ്പ്? ഓഫ് കോഴ്സ് അർജന്റീന. ഞാൻ കുറേ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബട്ട് എന്നാലും ഒന്നുകൂടി ചോദിച്ചത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അർജന്റീന. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ എന്താ? യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ, ഒന്ന് എനിക്ക് ഗെയിം കളിക്കാൻ ഇഷ്ടമാണ്, പിന്നെ 2 എന്താ യൂട്യൂബ് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ യൂട്യൂബിൽ നിന്ന് ചെറുതായിട്ട് റവന്യൂ കിട്ടും. ഇതൊക്കെ കൊണ്ടാണ് മെയിൻലി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ. അല്ലാതെ വേറെ വലിയ റീസൺസ് ഒന്നുമില്ല. ഇത്രയ്ക്കുള്ളൂ. പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് ഒരു കുഞ്ഞി പ്ലേ ബട്ടണൊക്കെ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് അതൊക്കെ ഏത് കാലത്ത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു, അതിൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. യെസ് ഗൈസ്, അതൊക്കെ കിട്ടുമ്പോൾ കിട്ടട്ടെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചി ട്രേഡ് ഇൻ എസ്കേപ്പ് സിനാമി. ഞാൻ അതിനകത്ത് കയറിയിട്ട് കുറേ ആയി. ഇപ്പം ഞാൻ അതിനകത്ത് കയറാറേ ഇല്ലെന്ന് പറയാം. സോ അതുകൊണ്ട് അതിനകത്ത് വേണ്ട, അതിനകത്ത് അല്ലെങ്കിൽ തന്നെ എൻ്റെ കയ്യിൽ കുറേ ബ്രെയിൻ റൂട്ട്സ് ഇരിപ്പുണ്ട്, കയ്യിൽ സ്ഥലമില്ല. സോ അപ്പോൾ അതുകൊണ്ട് വേണമെന്നില്ല. പിന്നെ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞതിൽ സന്തോഷം, പക്ഷെ ഞാൻ അതിൽ കയറാറില്ല, കയറിയിട്ട് കുറേ ആയി. പിന്നെ ഞാൻ അങ്ങനെ കളിക്കാറില്ല എസ്കേപ്സിനാണ്. സോ അതുകൊണ്ട് വേണ്ട. എന്തായാലും ചോദിച്ചതിൽ സന്തോഷം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അഡ്മിൻ അബ്യൂസിൻ്റെ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ആക്കുക? ഇത് ആ ഒരു ടൈമിൽ ചോദിച്ചാണ്. എന്നാലും ഇപ്പോൾ ഞാൻ ഇട്ടിട്ട് കുറേ ആയി. ഞാൻ മിക്കവാറും ഇന്നലെ നൈറ്റ് ഒരു വീഡിയോ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ആണെന്നില്ല, അപ്പോൾ നാളെ ആയിരിക്കും വരിക, അറിയില്ല. ഇന്നലെയോ നാളെയോ വന്നിട്ടുണ്ടാവും. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെയും ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എഡിറ്റിംഗ് ആപ്പ് ഏതാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻ ഷോർട്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് മൂവി ലോക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ ആരാ? മെസ്സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചിയുടെ ചാനലിൽ എത്ര സബ് മാക്സിമം വേണം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ലൈക്ക് എത്ര കയറിയാലും എനിക്ക് സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാവിയിൽ ഒരു കുട്ടി പ്ലേ ബട്ടനൊക്കെ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ കയറുന്ന എത്രയും കയറട്ടെ. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇങ്ങനെ ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് ലൈക്കും സപ്പോർട്ട് ചെയ്യാൻ പറയുക. യെസ് അങ്ങനെ മാക്സിമം എത്ര സബ് വേണമെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ എനിക്കറിയില്ല. എത്രയാണോ കയറുന്നത് അത്രയും കയറട്ടെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ചേച്ചിയുടെ ഏജ്, ക്ലാസ്. ഓക്കെ, ഇന്നേക്ക് എനിക്ക് 20 വയസ്സായി. ആൻഡ് ക്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ +2 ഒക്കെ കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ജർമ്മനാണ് പഠിക്കുന്നത്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിലേക്ക് പോകാനാണ് നോക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഈ Q&A വീഡിയോ എടുത്തു കഴിഞ്ഞ് വേറൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതി പോകാൻ നിന്ന ടൈമിലാണ് ഞാൻ ഒരു കാര്യം മറന്നുപോയത്. ഞാനൊരു മെയിൻ കാര്യം പറയാൻ വിട്ടുപോയി. സോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതുകൂടി പറയാമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് റവന്യൂവിൻ്റെ കാര്യം വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഞാൻ അവസാനത്തേക്ക് പറയാമെന്നാണ് പറഞ്ഞത്, പക്ഷേ അവസാനം ഞാനത് മറന്നുപോയി ഗൈസ്. സോ അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. സോ അപ്പോൾ ഇത്രയും നാൾ കൊണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ റവന്യൂ 0 ഗൈസ്. എനിക്ക് ഇന്നേ വരെ 1 രൂപ പോലും യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ മേ ബി നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞല്ലോ, 1000 സബ്സ്ക്രൈബേഴ്സ് മതിയല്ലോ മോണിറ്റൈസ് ആവാൻ, പിന്നെ എന്താ ഇതുവരെ മോണിറ്റൈസ് ആവാത്തതെന്ന്.
ബട്ട് അതിന് വേറൊരു ക്രൈറ്റീരിയൻ കൂടെ ഉണ്ട്. ഇപ്പോൾ യൂട്യൂബ് ചാനലുള്ളവർക്കറിയാം, യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നോക്കുമ്പോൾ കാണാം സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് അല്ലാതെ അതിൻ്റെ താഴെ വേറെ 2 സംഭവം കൂടെ കാണാം. ഒന്ന് വാച്ച് ഹവേഴ്സും പിന്നെ ഒന്ന് ഷോർട്സിൻ്റെ വ്യൂസും. സോ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, ഒന്നെങ്കിൽ വാച്ച് ഹവറോ അല്ലെങ്കിൽ ഷോർട്സിൻ്റെ വ്യൂവോ ആ ഒരു ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ച് എത്തിയാൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുള്ളൂ. സോ അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സായി, ബട്ട് അതിൻ്റെ താഴെയുള്ള 2 ഇതുവരെ ആയിട്ടില്ല. അതിലേതെങ്കിലും ഒന്നും കൂടെ ആയാൽ മാത്രമേ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവുള്ളൂ. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയല്ലോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുള്ള റിപ്ലൈ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. സോ യെസ് ഗൈസ്, എൻ്റെ ഫസ്റ്റ് Q&A വീഡിയോ ആണ്. സോ ഇതിലെന്തെങ്കിലും കുറ്റമുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്, എനിക്ക് അറിയില്ല എങ്ങനെ വീഡിയോ എടുക്കേണ്ടതെന്നുള്ളത്. സോ യാ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇനി ഞാൻ ഏതൊക്കെ പുതിയ ഗെയിംസ് ട്രൈ ചെയ്യണം, ഏതൊക്കെ പുതിയ ഗെയിംസ് കളിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ഗെയിംസ് ഇനി ട്രൈ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മുമ്പ് പറഞ്ഞ ഗെയിംസിൻ്റെ ഒക്കെ പേരെൻ്റെ മനസ്സിലുണ്ട്, ഞാനതൊക്കെ പറ്റുന്ന പോലെ കളിച്ചിടാം. എന്തായാലും ഇനി പുതിയതായിട്ട് ഏതെങ്കിലുമൊക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഗെയിംസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം വേറൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതെല്ലാവർക്കും ബൈ.